ഹേ കൂട്ടുകാരെ, വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കണ്ണൂരിൽ നിന്ന് തലശ്ശേരിക്ക് പോവുകയാണ്. പോകുന്ന വഴി മീത്തലെ പീടിക ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി മേലൂർ ബസ്സിൽ കയറി നേരെ കണ്ണൂർ സർവകലാശാലയുടെ ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസിലേക്കാണ്. നമ്മൾ പഠിക്കുമ്പം പാലയാട് ക്യാമ്പസ് എന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസാണ്. ഇന്ന് ഓർമ്മകളയവിറക്കിയാലോ എന്ന് വിചാരിച്ചിറങ്ങിയതാണ് ഞാനും എൻ്റെ 2 കൂട്ടുകാരും ബബിയും പ്രിയങ്കയും. അവിടെ പെർമിഷൻ വാങ്ങി ഞങ്ങൾ ഉള്ളിൽ കയറിയതാണ്. ഞങ്ങളുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിന് മുന്നിലായിട്ട് ഒരു കുഞ്ഞ് അത്തി നട്ടിട്ടുണ്ടായിരുന്നു നമ്മളൊരു ന്യൂ ഇയർ രാത്രിയിൽ. ആ അത്തി ഇപ്പോൾ വളർന്ന് വലുതായി പടർന്ന് പന്തലിച്ച് അവിടെ ഇങ്ങനെ തണലേക്ക് നിൽക്കുവാണ്. നിറയെ പക്ഷികളും ഒക്കെ ഉണ്ട് അതിൻ്റെ മേലെ. ഞങ്ങൾ അന്ന് ന്യൂ ഇയർ ഡേയിൽ ആ ചെടി നടുന്ന ചിത്രമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഷെയർ ചെയ്തതാണ്. നമ്മളെ സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഒക്കെ ഒരു പ്രതീകമായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അവിടെ ആ ഒരു അത്തിമരം. പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ നോക്കി അന്ന് തട്ടത്തിൻ മറയത്ത് സിനിമയിൽ നിവിൻ പോളി പറഞ്ഞതുപോലെ ഞങ്ങളിങ്ങനെ ഇതിലൊക്കെ നടക്കുവാണ്. അന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇവിടെ തട്ടത്തിൻ മറയത്ത് സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ക്ലാസ്സിൻ്റെ ഇടയിലൊക്കെ ഈ ഒരു വിൻഡോയിലേക്കൂടെ ഇങ്ങനെ നോക്കുമായിരുന്നു. ഇതൊക്കെ നമ്മുടെ പഴയ ഫോട്ടോസാണ് കേട്ടോ, നമ്മളെ കയ്യിലുള്ള ഫോട്ടോസാണ്. ക്ലാസ്സിൻ്റെ ഉള്ളിലൊന്നും ഞങ്ങൾ കയറിയില്ല. പഴയ തമാശകളും കഥകളും ഒക്കെ ഓർത്തെടുത്ത് നമ്മൾ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങുവാണ്. ഇനി എല്ലാ കൂട്ടുകാരെയും കൂട്ടി ഒരു ദിവസം ഒത്തുകൂടണം എന്നുണ്ട്. നമ്മൾ ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ചിട്ട്. ഞങ്ങൾ 19 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമായിരുന്നു. അപ്പോൾ തലശ്ശേരിക്ക് പോവാണ് നമ്മൾ. നല്ല ചൂടല്ലേ, എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ബസ് കയറാമെന്ന് കരുതി പഴയതുപോലെ പെട്ടി സീറ്റിൽ ഒട്ടിയിരുന്നു തന്നെ യാത്ര. പാട്ടും കേട്ട് കഥയും പറഞ്ഞു പോയിരുന്ന ആ കാലം, ആഹാ എന്ത് രസമായിരുന്നു. ബീച്ച് കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ ബസ് യാത്ര. തലശ്ശേരിയിലെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ തന്നെ ആയിക്കോട്ടെ ഭക്ഷണം. പാരീസിൽ കയറി ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചൊരു മിൻറ്റ് ലൈമും കുടിച്ച് നേരെ നമ്മൾ തലശ്ശേരിയിലെ ഹെറിറ്റേജ് സ്ട്രീറ്റിലേക്ക്. ചിത്രങ്ങളുടെ നിറം മങ്ങിയോ? പഴയ ആ ഒരു ചിത്രത്തിലും വീഡിയോസിലൊന്നും കാണുന്ന ആ ഒരു തെളിച്ചം നിറം ഈ ചിത്രങ്ങൾക്കൊന്നും ഇല്ല കേട്ടോ. ആദ്യകാലങ്ങളിലെ പോലെ തന്നെ ഇത് സംരക്ഷിച്ച് പോവുകയാണെങ്കിൽ സംഭവം സൂപ്പറായിരിക്കും. ഇനി അല്പം ചരിത്രമായാലോ. തലശ്ശേരിയിലെ താഴെയങ്ങാടി ഹെറിറ്റേജ് സ്ട്രീറ്റ്, അതാണ് ഈ സ്ട്രീറ്റ്. വ്യാപാരത്തിൻ്റെയും കൊളോണിയലിസത്തിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടത്തിൻ്റെ കഥ പറയുന്നുണ്ട് ഈ ഒരു സ്ഥലം. ഡച്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെയും ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു തലശ്ശേരി. ബ്രിട്ടീഷുകാർ വന്നതോടെ ഡച്ചുകാരും പോർച്ചുഗീസുകാരും നാടുവിട്ടു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി തലശ്ശേരിയിൽ വ്യാപാര ആസ്ഥാനം സ്ഥാപിക്കുകയും ചെയ്തു. തലശ്ശേരി പിയർ, തലശ്ശേരി കടൽപ്പാലം എന്നറിയപ്പെടുന്നു. അറബിക്കടലിലേക്ക് നീണ്ടുകിടക്കുന്ന പഴയ തുറമുഖമാണ്. ഈ ഒരു തുറമുഖം വഴിയാണ് കാപ്പി, കുരുമുളക്, കശുവണ്ടി, സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇവയുടെയൊക്കെ വ്യാപാരം നടന്നിരുന്നത്. വ്യാപാരം നടത്തിയിരുന്നവർ അവിടെ ഒരുപാട് പാണ്ഡികശാലകൾ സ്ഥാപിച്ചു, സംഭരണശാലകൾ. അവിടെയായിരുന്നു സാധനങ്ങളൊക്കെ സംഭരിച്ചു വെച്ചിരുന്നത്. ഇന്നും ഈ തെരുവുകളിലെ കെട്ടിടങ്ങൾ കണ്ടാലറിയാം എല്ലാം പഴയ നിർമ്മിതിയാണ്. ഇതിൻ്റെ വാതിലുകളും ജനലുകളും ഒക്കെ കാണാനൊരു പ്രത്യേക രസമാണ്. ഇന്നും ഈ കെട്ടിടങ്ങളൊക്കെ പല സ്ഥാപനങ്ങളുടെ ഗോഡൗണുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പഴയ കെട്ടിടങ്ങളുടെ ചുമരിലാണ് ഈ ചിത്രങ്ങളൊക്കെ വരച്ചിരിക്കുന്നത്. ഈ വെയർഹൗസുകൾക്ക് പുറമെ ഇടയ്ക്ക് ഇവിടെ ഗസലുകളും അതുപോലെ സാഹിത്യ പരിപാടികളൊക്കെ നടക്കുന്ന ആർട്ട് ഗാലറിയും ഉണ്ട്. തല്ലുമാല
സിനിമ ഷൂട്ടിംഗ് ഒക്കെ ഈ ഒരു സ്ട്രീറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചിത്രങ്ങളൊക്കെ മങ്ങിയിരിക്കുന്നു. ആ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഇവിടെ നല്ല തിരക്കായിരുന്നു. ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനും ഷൂട്ടിങ്ങിനും ഒക്കെ വരാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആ ഒരു പഴയ ഭംഗിയില്ല. നല്ല രീതിയിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ തലശ്ശേരിയിലെ തന്നെ ഒരു അടിപൊളി സ്പോട്ടായിരിക്കും ഇത്. നമ്മളെ നാട്ടിലായിട്ടും കൂടി ഞാൻ ഈ സ്ഥലം ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ ഒരു സ്ട്രീറ്റിലേക്ക് വരുന്നത്. പക്ഷേ സത്യം പറയാലോ, ഈ ഒരു സ്ട്രീറ്റിലേക്ക് കൂടെ നടന്ന് ഈ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പം നമ്മളെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. നമ്മൾ പരമാവധി ഫോട്ടോസ് ഇവിടെയൊക്കെ നിന്നിട്ട് എടുത്തിട്ടുണ്ട്. ഇനി വരുമ്പോഴും ഇതുപോലെ തന്നെ, ഇതുപോലെയല്ല ഇതിലും കളർഫുള്ളായിട്ട് ഈ ഒരു സ്ട്രീറ്റ് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഭാഗം നല്ല രസമാണ് കേട്ടോ കാണാൻ. നല്ല അടിപൊളി പെയിൻറ്റിങ് ആണ്. കടൽപ്പാലത്തിലേക്ക് പോകുന്ന അതിൻ്റെ സൈഡിലായിട്ടാണ്. തലശ്ശേരി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുന്നും കുറേ ഫോട്ടോസെല്ലാം എടുത്തു. നല്ല വെയിലാണ്. മുന്നേ ഒക്കെ കടൽപ്പാലത്തിൻ്റെ മുകളിലേക്ക് കൂടി നടന്നു പോവായിരുന്നു. ഇപ്പം അത് ശോചനീയ അവസ്ഥയിലായതുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ചരിത്രം പറഞ്ഞു പകുതി നിർത്തിയിരുന്നു അല്ലേ. സ്വാതന്ത്ര്യാനന്തരം റോഡ് ഗതാഗതം നല്ല രീതിയിലായി. കൊച്ചി, മംഗലാപുരം തുറമുഖങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ ഒരു തലശ്ശേരി തുറമുഖത്തിൻ്റെ പ്രാധാന്യം നഷ്ടമായി. അങ്ങനെ തുറമുഖം വഴിയുള്ള വ്യാപാരം അവസാനിച്ചു. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നാൽ അടിപൊളിയായിരിക്കും. ഇരിക്കാനും നടക്കാനും ഒക്കെ കുറേ സ്ഥലങ്ങളുണ്ട്. ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റില്ല ഇവിടെ. കടൽപ്പാലത്തിലും അതിൻ്റെ മുകളിലും കയറാൻ പറ്റില്ല. എന്നാലും ഹെറിറ്റേജ് സ്ട്രീറ്റിലും ഈ ബീച്ചിൻ്റെ സൈഡിലൊക്കെ കൂടെ നടന്നാൽ നമുക്കൊരു വൈകുന്നേരമൊക്കെ ചിലവഴിക്കാം. തലശ്ശേരിയിലേക്ക് വരുമ്പം നിങ്ങളും ഇതുവഴിയൊന്ന് വെറുതെ നടന്നു നോക്കൂ. ഇഷ്ടാവും. നമ്മളെ കോളേജ് നൊസ്റ്റാൾജിയും അതുപോലെ തലശ്ശേരിയിലെ കറക്കമൊക്കെ നിങ്ങൾക്കും കൂടി കാണാൻ വേണ്ടി ഷെയർ ചെയ്തതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. നല്ല വീഡിയോയുമായിട്ട് വരാം കേട്ടോ. താങ്ക് യു. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ബൈ ബൈ പറയാണ്. ദാ എൻ്റെ ബസ് അവിടെ റെഡിയാണ്.